ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ലൊരു മാർക്കറ്റായിരുന്നു അല്ലേ. ഓപ്ഷൻ ബയേഴ്സിൻ്റെ നല്ലൊരു മാർക്കറ്റായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് നല്ലൊരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. ഓക്കെ, കാരണം നമ്മുടെ ലിക്വിഡിറ്റി ലെവൽസൊക്കെ നല്ലപോലെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഇന്നപ്പം ഞാൻ ട്രേഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇന്ന് ഫ്യൂച്ചേഴ്സിലായിരുന്നു ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ഞാൻ ഫസ്റ്റ് തന്നെ ട്രേഡ് എടുത്ത ഒരു പി ആയിരുന്നു, പുട്ട് എൻട്രി ആയിരുന്നു. ആ പുട്ട് എൻട്രി നമ്മുടെ ഡേ ലോ ടാർഗറ്റ് വെച്ചു, അത് ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പുട്ട് എൻട്രി വീണ്ടും എടുത്തു, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ ഞാനൊരു എൻട്രി എടുത്തത് ഈ ഒരു ലെവലിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇനി കാരണം ഞാൻ 3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ട്രേഡ്. ആദ്യത്തെ ട്രേഡിൻ്റെ ഒരു അഗ്രസീവ് എൻട്രി ആയതുകൊണ്ട് അതിന് വീഡിയോ റെക്കോർഡ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോയുടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് വ്യൂസ് കാര്യങ്ങൾ സപ്പോർട്ടും ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇടുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് ഡെയിലി മാർക്കറ്റ് വ്യൂസും പിന്നെ നമുക്ക് ഇപ്പം ലിക്വിഡിറ്റിയെക്കുറിച്ച് നമ്മൾ ഈ ഒരു സൺഡേ തൊട്ട് നമ്മൾ അടുത്ത സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ലിക്വിഡിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചുള്ളത് നമ്മൾ പാരലായിട്ട് തന്നെ കൂടെ ചെയ്ത് പോകുന്നുമുണ്ട്. ഓക്കെ, അത് രണ്ടും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് തിങ്കളാഴ്ചയുള്ളൂ. ഓക്കെ, തിങ്കളാഴ്ചയുള്ളൂ. അപ്പം തിങ്കളാഴ്ച എല്ലാവരും ഇപ്പം ഈ ഒരു ബുള്ളിഷ് റാം കണ്ടിട്ട് എല്ലാവരും ചിലപ്പോൾ ഒരു ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാനങ്ങനെ ഹോൾഡും കാര്യങ്ങളും ചെയ്യാറില്ല. ആ ദിവസം ട്രേഡ് ചെയ്യുക, ആ ദിവസം തന്നെ എക്സിറ്റ് അടിക്കുക. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ഒരു പൊസിഷൻസ് കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്ത് വെക്കാറില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡിറ്റി ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്ത് കറക്റ്റായിട്ടാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നിഫ്റ്റി നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ നമ്മൾ ഇന്നലെ വരച്ച ലെവലാണ്. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കുറച്ച് അപ്പ് സൈഡ് പോയി, എന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നേരെ ഡൗൺ സൈഡ് വന്നു. കണ്ടോ, ഡൗൺ സൈഡ് വന്നതിന് ശേഷം എന്താണ്, അവിടുന്ന് നിന്ന് അത്രയും ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് നമ്മൾ വരച്ചേക്കുന്ന ആ ലെവലെല്ലാം ഹൈ വരച്ചത്. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ അതായത് അപ്സൈഡ് വരച്ച 24,473 അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊന്നും നമ്മൾ ഒരു പുട്ട് എൻട്രി നോക്കിയില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അപ്സൈഡ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ട്രെൻഡും സ്ട്രക്ചറും പിന്നെ ആ ഒരു ലിക്വിഡിറ്റി ലെവൽസും എല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ശരി, സെയിം. ഓക്കെ, ഞാൻ ബാങ്ക് നിഫ്റ്റി നിന്ന് ചെയ്തത് ഫ്യൂച്ചേഴ്സിലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ നോക്കി, പക്ഷേ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 3 മണി ആ ഒരു ലെവലായി. അപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ ഒരു എൻട്രി എടുക്കുന്നത്. ഇന്ന് ഞാൻ ടോട്ടൽ 3 എൻട്രി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് നിഫ്റ്റിയുടെ ലെവൽസ് തന്നെ നോക്കാം. നമുക്കപ്പം ഈ ഒരു ലെവൽസൊക്കെ നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഈ ഒരു ലെവൽസ് നമുക്ക് ഇന്നത്തേക്ക് ഇനി ആവശ്യമില്ല. ഇന്നത്തേക്കല്ല, ഇനി ആവശ്യമില്ല ആക്ച്വലി. കാരണം മാർക്കറ്റിൽ നല്ലപോലെ ഒരു അപ്സൈഡിൽ ആ ഒരു ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ലെവൽ, അതായത് ഇന്നത്തെ ഡേയിലോ 24,200 എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡിറ്റി ലെവൽ നമുക്ക് എന്തായാലും മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ അത് വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതാണ്, നമുക്ക് വേറെ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ, വേറെ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴും നമുക്ക് ഈ ഹയർ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇനി അപ്സൈഡിലാണ് കൂടുതൽ ലിക്വിഡിറ്റീസ് ഉള്ളത്. 24,800 ആ ഒരു ലെവലിൽ നല്ല ലിക്വിഡിറ്റീസ് ഉണ്ട്. 24,800, 24,835, 24,851. അപ്പോൾ ചുരുക്കം എന്ത് വേണമെങ്കിൽ പറയാം, 24,800 to 24,850 എന്ന് പറയുന്നത് എന്താണ്, ഹൈലി ലിക്വിഡിറ്റി ഏരിയയാണ്, ഹൈ ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് വേറൊരു ടൈം ഫ്രെയിം കൂടെ നോക്കാം. ഓക്കെ, വേറെ ടൈം ഫ്രെയിമിലും അത്യാവശ്യം നമുക്ക് ഒരു ലോ ലിക്വിഡിറ്റി തന്നെയാണ് നമുക്ക്. അതായത് ലിക്വിഡിറ്റി മുകളിലോട്ട് ഇനി ഒത്തിരി ഹൈയിലാണ്. അപ്പോൾ കുറച്ചുകൂടെ ഡൗൺ വന്നിട്ട് അപ്പ് സൈഡിലോട്ടുള്ള ലിക്വിഡിറ്റി എടുത്ത് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് 15 മിനിറ്റ്സ് എടുത്താലും സെയിം ഇത് തന്നെയുള്ളൂ. അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഇത്രയും തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഏതാണ്, 24,800 to 24,851 എന്ന് പറയുന്നത് ലെവൽ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് നാളത്തെ ഒരു മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ അതായത് സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു പുട്ട് സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, പിന്നെ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഉറപ്പായിട്ടും എടുക്കുന്നത് ഒരു കോൾ എൻട്രി തന്നെയായിരിക്കും. ഓക്കെ, നോക്കിയാൽ നമ്മുടെ ചാനൽ, അതായത് ലാസ്റ്റ് പ്രീവിയസ് ഡേയിൽ നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ.
നോക്കി ഈ ഒരു ചാനൽ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു ചാനൽ ലിക്വിഡിറ്റി നോക്കി എത്രയോ പോയിൻ്റാണ് ഇന്ന് തന്നെ, അതായത് ഇവിടുന്ന് ഒരു സി ബൈ ചെയ്യുന്നവർക്ക് എത്ര പോയിൻ്റ് കിട്ടി? നിയർലി 439 പോയിൻറ്റ്സ്. ഓക്കെ, അതായത് നിഫ്റ്റിയിൽ ഒരു 1.82, അതായത് നിയർലി 2% കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല, നമ്മളങ്ങനെ ലിക്വിഡിറ്റീസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കണം. ഈ ഒരു ട്രെൻഡ് ലൈൻ ആക്ച്വലി ഒരു ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ആക്ച്വലി ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. നമുക്കപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ലൈൻസ് ഇപ്പോഴും സ്റ്റിൽ ലിക്വിഡിറ്റി ആയിട്ട് നടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ, ഇന്നത്തെ ഡേ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ അടുത്ത ലിക്വിഡിറ്റി ഏതാണ്? നമുക്ക് ഈ ഒരു ലെവൽ ഇന്നത്തെ ഡേ ലോ അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്തേക്കാം. അത് നമുക്ക് ഒന്ന് ഗ്രീൻ കളർ കൊടുത്തേക്കാം. പിന്നെ ഇതാണ് നമുക്ക് വേറെ ടൈം ഫ്രെയിം കൂടെ നോക്കി കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാലും വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്നും ഇല്ല. പിന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു കൗണ്ടർ ട്രേഡ് പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് വരച്ച ലൈൻസ് ഏതൊക്കെയാണ്? 50, 600ഉം ഇതാണ് 50, 432. പിന്നെ നമ്മൾ ഡൗൺ സൈഡ് വരച്ചത് ഇന്നത്തെ ലോ എന്ന് പറയുന്നത് 49,806. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ലൈൻസ്. അപ്പോൾ നമ്മളിനി മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് തിങ്കളാഴ്ചയാണ്, മൺഡേയിൽ. അപ്പോൾ അതുവരെ നമുക്ക് ഹോളിഡേ ആണ്, നല്ലൊരു വീക്കെൻഡാണ്. ഈ ഒരു വീക്ക് നല്ലതായിരുന്നു, കാരണം ഇന്നലെ ഹോളിഡേ. അപ്പോൾ ആകെ 4 ട്രേഡിംഗ് ഡേയ്സേ ഉള്ളായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ലിക്വിഡിറ്റി ലെവൽസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഞാൻ ഈ പ്ലോട്ട് ചെയ്യുന്ന ലൈൻസ് നിങ്ങളുടെ തന്നെ ചാർട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ആ ഒരു ലൈൻസ് അപ്പം മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക്. അപ്പം ഇനിയും സാറ്റർഡേ സൺഡേയിൽ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ലിക്വിഡിറ്റി. പിന്നെ നമ്മൾ ഓപ്ഷൻസിൻ്റെ തന്നെ സീരീസ് നമ്മൾ അതോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ താങ്ക് യു ഓൾ.